കുട്ടികളെ അങ്ങനെ കളച്ചമൊക്കെ വാങ്ങി വിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരേ നിർബന്ധം വേണ്ടാന്നൊക്കെ ഒരുപാട് പറഞ്ഞ് നോക്കിയെങ്കിലും കേട്ടില്ല. അങ്ങനെ പിന്നെ നാളെ ക്രിസ്മസിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ബോബിക്കും സ്കൂളിൽ എന്തൊക്കെയോ കൊണ്ടുപോകണം. അപ്പോൾ അവൻ അത് തയ്യാറാക്കുന്ന ബിസിയിലായിരുന്നു. കൂടെ പുറയിൽ അപ്പുക്കുട്ടനും ഉണ്ട് കേട്ടോ. എല്ലാം എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവൻ എന്നെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നു സെവനപ്പോ മിറണ്ടയോ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, എടുത്ത് കുടിച്ചു. അയ്യോ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നേരെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ഷീജാൻ്റെ ഓരോന്നെല്ലാം എടുത്ത് വെച്ചു. ഞങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കുബൂസ് അല്ലായിരുന്നു, വേറെ ആയിരുന്നു. എങ്കിലും ഒരാൾക്ക് ഒരെണ്ണത്തിൻ്റെ പകുതി വരെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോഴത്തേന് വയറ് നിറഞ്ഞ് പൊക്കോളും. അപ്പോൾ സോസിൻ്റെ ആളായതുകൊണ്ട് ഞാൻ കുറച്ച് സോസ് കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് മാക്കം ഫുഡ് അടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. സത്യം പറയാൻ പറ്റിയാലോ, എനിക്ക് അയലത്ത് വീട്ടിൽ പോയി കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നീ കഴിക്കാനായിട്ട് ജീവിക്കുവാന്നോടി എന്നിനിപ്പോൾ കുറേ കമൻസ് ഒക്കെ വരും. ആന്നടേ, ഞാൻ കഴിക്കാനായിട്ട് മാത്രമാണേ ജീവിക്കുന്നത്. ഷീജാൻ്റെ ആണെങ്കിൽ പരസ്യത്തിൽ ഇതുപോലെ തിന്നുന്നതെന്നും പറഞ്ഞ് ആക്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ പാവം ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന കാണുമ്പോൾ ഞെട്ടിപ്പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.